ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഴം വെച്ചുള്ള നല്ലൊരു കാളൻ ഉണ്ടാക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴുത്തതുമല്ല പച്ചയല്ലാത്ത തരത്തിൽ നമുക്ക് തൊണ്ട് പൊളിച്ചെടുക്കണേ. അധികം പഴുത്തു പോകരുത്. ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റിയതായിരിക്കണേ. നല്ല നാടൻ പഴമാണ്. ഇത് 4 കീറണം. ആദ്യമേ നെടുവേ കീറിയിട്ട് വീണ്ടും ഒന്നോടെ കീറണം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. അപ്പം ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുവേ. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നാലാക്കി കീറണം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കണം. ഇനി ഞാനിത് കഴുകുന്നൊന്നുമില്ല. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് വേവിച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ഇരിക്കണം. ഞാൻ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുവാണേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടണേ. മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും ഇടണം. 2 പച്ചമുളകും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി. 2 പച്ചമുളകും കൂടെ കീറിയിടുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഒത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിക്കണ്ട. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ കറി അങ്ങ് നീണ്ടു പോകും. നല്ല കുറുകിയിരിക്കണം. ഉണ്ടോ, ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് നമുക്കൊന്ന് തിള വന്നതിന് ശേഷം ഇടാം. ഇനി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് തിളക്കുമ്പോഴത്തേനും നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. ഒരു 3 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം. ഇനി 1 മുറി തേങ്ങ ചിരികിയതുണ്ട്. അത് 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇനി ഒരല്പം വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളത്തിന് പകരം ആ തൈര് അല്പം ഒഴിച്ചാലും മതിയേ. ഇനി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുവാണേ. ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം വെള്ളവും കൂടെ ഒഴിക്കണം. നല്ലപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തൈരാണ്, നല്ല കട്ട തൈരാണ്. അപ്പം ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയേ. കുപ്പിയിലുള്ളത് പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇത് ഒരു വിസ്ക് വെച്ച് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. അല്ലെങ്കിൽ സ്പൂണും കൊണ്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താലും മതിയേ. ആ കട്ടയൊക്കെ ഒന്ന് കലങ്ങി കിട്ടണം. എപ്പോഴും കട്ട തൈരെടുക്കാൻ ശ്രദ്ധിക്കണേ. കണ്ടോ, നല്ല പോലെ കലങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കായ് വെന്തോന്നൊന്ന് നോക്കാം. കായല്ല, പഴം.
അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ടിട്ടില്ല, ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കണം. ഞാനിപ്പോൾ തീ കുറച്ചാണ് വെച്ചിരിക്കണേ. പഴമായതുകൊണ്ട് നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അരച്ച അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട. നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്കിതിലേക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിന് ചൂടാകുമ്പോഴത്തേനും നല്ല മഞ്ഞ നിറം വരുവേ. ഇപ്പോൾ ചൂടായി വരുന്നേ ഉള്ളൂ. ഇതുപോലെ കുറുകിയിരിക്കണം നല്ല പോലെ. ഇളക്കി കൊടുക്കണേ. ഉണ്ട്, ഇപ്പം നല്ല നിറമൊക്കെ വന്നിട്ടുണ്ട് ചൂടായി വന്നപ്പോഴത്തേനും. ഇനി നമുക്ക് അവസാനം 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ആ പഞ്ചസാരയും കൂടി ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുവേ. കണ്ടോ, നല്ല പോലെ കുറുകിയിട്ടുണ്ട്. നമുക്ക് ഒരല്പം ഉലുവ വറുത്തെടുക്കണം. അപ്പോൾ ഉലുവ കടുക് താളിക്കുമ്പം അതിലേക്ക് വറുത്തിട്ടാലും മതി. ഞാൻ പക്ഷേ ഇതൊന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചിട്ടാണ് ചേർക്കണേ. എൻ്റെ അടുത്ത് പൊടിയില്ല, അതുകൊണ്ടാണ് ഇപ്പം വറുത്ത് പൊടിച്ചിട്ട് ചേർക്കണത്. അപ്പോൾ നല്ലതുപോലെ പൊട്ടുവേ. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പം നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകണ്ട. അപ്പോൾ ഇത് നമുക്ക് ഇടിക്കണ കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണേ. കല്ല് വെച്ച് ശരിക്കും അമർത്തി ചുറ്റിച്ച് കൊടുത്താൽ മതിയേ. നല്ല പോലെ പൊടിച്ചെടുക്കണം. അമർത്തി ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കാളനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണേ. ഇനി ഒരു പണിയും കൂടി ഉണ്ട്. ഇതിനൊന്ന് കടുക് വറക്കണം. അപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നല്ലതുപോലെ പൊട്ടണം. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ ഉള്ളി, ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. കടുക് പൊട്ടിയിട്ട് നമുക്കതും കൂടെ ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ.
ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഉരുണ്ട വറ്റൽമുളകാണ്. നല്ല പോലെ ഒന്ന് മൂക്കട്ടെ. ആ ഉള്ളിയുടെയും മുളകിൻ്റെയൊക്കെ നിറം മാറുമേ. അപ്പോൾ ഇതേപോലെ ഒരു പഴം വെച്ചുള്ള കാളൻ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ടൊന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമ്മുടെ കാളനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.